ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, നോഹ ദൈവത്തോടുകൂടെ നടന്നു എന്ന വാക്യത്തോട് ചേർന്ന് നോഹ ദൈവത്തോടുകൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോട് നടന്നു, ദൈവത്തോട് നടക്കുന്നത് എങ്ങനെയെന്നും ദൈവത്തോട് നടക്കുന്നവരാര് എന്നുമുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ച് വരികയായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. തലമുറകൾക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് പുരാതന പുരുഷനായ നോഹ ദൈവത്തോടുകൂടെ നടന്നു. ഇന്നും ദൈവത്തോട് നടക്കുവാൻ നമുക്ക് സാധിക്കുന്നത് സൗഭാഗ്യമാണ്. ദൈവത്തോട് കൂടെ ആയിരിക്കുക, ദൈവത്തോടുകൂടെ നടക്കുക. ഹാനോക്ക് ദൈവത്തോട് നടന്നു എന്ന് നാം വായിച്ചു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. തൊട്ട് മുൻപുള്ള വാക്യത്തിൽ നിന്ന് കണ്ടു, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൈവത്തോടുകൂടെ നടക്കുന്നത് അതൊരു കൃപയാണ്. അത് ദൈവം തരുന്നൊരു ദാനമാണ്. ദൈവത്തോട് നടക്കാൻ സാധിക്കുക ദൈവം തരുന്ന ഒരു മഹാഭാഗ്യമാണ്. കർത്താവ് പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ്. ആത്മീയം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു ദൈവിക നൽവരമാണ്, ദൈവിക കൃപയാണ്. ആത്മാവിൻ്റെ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിയിൽ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ സാധിക്കുകയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്താൽ മനസ്സിലാവുകയില്ല. നമ്മുടെ തത്വചിന്തയ്ക്കും ജ്ഞാനത്തിനും വിധേയമല്ല ആത്മീയം. അതൊരു മഹാ അത്ഭുതമാണ്. ദൈവത്തോട് നടക്കാൻ സാധിക്കുക, ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാൻ സാധിക്കുക, ദൈവത്തിൻ്റെ വചനത്തോടൊരു ആകർഷണം കിട്ടുക, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുക, വചനം ഇമ്പമായി തീരുക, ഇതെല്ലാം ഒരു അത്ഭുതമാണ്. കണ്ണ് തുറന്നു കിട്ടുന്ന അനുഭവമാണ്. അടഞ്ഞിരിക്കുന്ന കണ്ണ് തുറന്നു കിട്ടിയാൽ ഒരു പുതിയ ലോകമല്ലേ തുറന്നു കിട്ടുന്നത്. ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു ലോകം, ഇരുളടഞ്ഞതായ ഒരു ലോകം നമുക്ക് വെളിച്ചമായി തീരുന്നു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ലോകം നമുക്ക് കാണായി വരുന്നു. അതൊരത്ഭുതമാണ്. നാം കണ്ടിട്ടില്ലാത്ത വൃക്ഷലതാദി സസ്യജാലങ്ങൾ, നാം മനുഷ്യരെ കണ്ടിട്ടില്ല, ഈ പ്രകൃതി കണ്ടിട്ടില്ല, പ്രകൃതിയിലെ വിവിധ വിഭവങ്ങൾ കണ്ടിട്ടില്ല. എല്ലാം കാണുന്നൊരനുഭവം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് കണ്ണ് കാഴ്ചയില്ലാത്ത മനുഷ്യൻ്റെ കണ്ണ് തുറന്നു കിട്ടുന്നത് പോലെയാണ് ആത്മീയം ഗ്രഹിക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ് ഇതിന് കാരണം. ദൈവത്തിൻ്റെ കൃപ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ബോധം തെളിയുകയാണ്. മനസ്സ് നല്ല ക്ലാരിറ്റി ഉള്ളതായി തീരുകയാണ്, നല്ല തെളിമയുള്ളതായി തീരുകയാണ്, നല്ല വ്യക്തതയുള്ളതായി തീരുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു, നമ്മുടെ കേരളത്തിലെ യുവാക്കളിൽ 54.3% പേര് ആന്തരിക പിരിമുറുക്കത്തിൽ വലയുന്നവരാണ് എന്ന്. യുവാക്കൾ, നമ്മുടെ കോളേജ് വിദ്യാർത്ഥികളിൽ യുവജനങ്ങൾ, യുവതീ-യുവാക്കൾ 64% പേര് ഇറിറ്റബിൾ ബോവൽ സിൻഡ്രം ഉള്ളവരാണ് എന്ന്. ഇറിറ്റബിൾ ബോവൽ സിൻഡ്രം, ഈ ബോവൽ എന്ന് പറയുന്നത് നമ്മുടെ ഉദരപേശികളെ ബാധിക്കുന്ന, അതിനോട് ബന്ധപ്പെട്ടൊരു വാക്കാണ്. ഉദരത്തിലെ, വയറിലെ ക്രമക്കേടുകൾ രോഗമായിട്ടുണ്ടാകുന്നു. ദഹനക്കേടുകൾ, വയറിൽ നിരന്തരം ശല്യമുണ്ടാക്കുന്ന രോഗങ്ങൾ, വയറിളക്കം, വേണ്ടതുപോലെ ഭക്ഷണത്തോട് രുചിയില്ലായ്മ, ഇങ്ങനെ പല പല പ്രയാസങ്ങൾ വയറിലുണ്ടാകുന്നു. യുവാക്കളിൽ, കോളേജ് വിദ്യാർത്ഥികളിൽ 64% പേര് ഇറിറ്റബിൾ ബോവൽ സിൻഡ്രം ഉള്ളവരാണ് എന്ന് ഞാൻ വായിച്ചു. അതെന്താണത്? പിരിമുറുക്കമാണ്, ടെൻഷനാണ് കാരണം. ടെൻഷൻ വളരെ വ്യക്തമായി കാണേണ്ടതായ
അനുഭവ സമ്പത്ത് തെളിഞ്ഞു കിട്ടുന്നില്ല അവർക്ക്. അവരുടെ മുൻപിൽ ഒരു ലോകം മറഞ്ഞിരിക്കുകയാണ്. അവരുടെ മുൻപിൽ ആത്മീയ ലോകം മറഞ്ഞിരിക്കുന്നു. ദൈവമുണ്ടോ? അതൊരു ചിന്താവിഷയമല്ല. ക്രിസ്തു ജീവിക്കുന്നുണ്ടോ? അത് അവർക്കൊരു പ്രശ്നമല്ല. പാപജീവിതമോ? അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാതെ പാപത്തിലങ്ങ് മുഴുകി കഴിയുന്നു. ഏതെല്ലാം അരുതായികളിലേക്കാണ് യുവജനങ്ങൾ വഴുതി പോകുന്നത്. മയക്കുമരുന്നിലേക്ക് പോകുന്ന ഒരു വിഭാഗം, കഞ്ചാവിലേക്കോ അതുപോലുള്ളതായ മറ്റു ചില വസ്തുക്കളിലേക്കോ ആകർഷിക്കപ്പെട്ടു പോകുന്ന വേറൊരു വിഭാഗം, മദ്യത്തിൻ്റെ അടിമത്തത്തിൽ ആണ്ടുപോകുന്ന മറ്റൊരു വിഭാഗം, കലഹസ്വഭാവത്തിലും പരസ്പര വിദ്വേഷത്തിലും മത്സരത്തിലും കഴിയുന്ന വേറൊരു വിഭാഗം. ഇങ്ങനെ ഇതിലെല്ലാമായി കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന മനുഷ്യ മനസ്സിൻ്റെ വികലമായ കാഴ്ചപ്പാടുകളിൽ തങ്ങിയും തിങ്ങിയും ജീവിതം അഴലുന്നതായ യുവജനത, യുവസമൂഹം, യുവതലമുറ. പ്രിയപ്പെട്ടവരെ, എന്താണിതിന് കാരണം? ആത്മീയ ലോകം തുറന്നു കിട്ടിയിട്ടില്ല. ആധ്യാത്മിക ലോകം എന്തായെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, മനസ്സിലാകുന്നില്ല. കണ്ണുകാഴ്ചയില്ലാത്ത ആളുടെ മുൻപിൽ അതായത് എന്ത് മനോഹരമാണെന്ന് പറഞ്ഞ് റോസാപ്പൂ കാണിച്ചു കൊടുത്താൽ എന്ത് പ്രയോജനം? നോക്കൂ, ഈ പൂ കണ്ടോ, എന്ത് മനോഹരമാണ്. നോക്കി നിൽക്കും, അറിയാൻ വയ്യ, എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാരണം കണ്ണ് കാഴ്ചയില്ല. കണ്ണ് കാഴ്ചയില്ലാത്ത ആളോട് പറയുകയാണ്, നോക്കൂ ആ നിലാവെന്ത് സുന്ദരമാണ്, എന്ത് മനോഹരമാണ്. മനസ്സിലാവുകയില്ല, കാരണം കണ്ണിന് കാഴ്ചയില്ല. അനേകരുടെ ആത്മീയ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. ദൈവത്തോട് നടക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു വിഡ്ഢിത്തമായിട്ടേ ഈ യുവജനത മനസ്സിലാക്കുന്നുള്ളൂ. ദൈവത്തോട് നടക്കുക, ആത്മീയ കാര്യങ്ങൾ ഉത്സാഹം ഉണ്ടാകുക, പ്രാർത്ഥിക്കുക, തിരുവചനം വായിക്കുക, അതൊക്കെ ഒരു പഴയ സമ്പ്രദായമായിട്ടും പഴഞ്ചൻ സിദ്ധാന്തമായിട്ട് മാത്രമേ ഇന്നത്തെ യുവതലമുറ ഗ്രഹിക്കുന്നുള്ളൂ. അന്ന് ആ കാലത്ത് സമൂഹം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേദപുസ്തകം പറയുന്നു, അന്നത്തെ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയെന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ കാണാം. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. ഈ ഭൂമിയിൽ നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ, സർവ്വജീവജാലങ്ങളെയും, മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ സകലത്തെയും ഞാൻ നശിപ്പിച്ചു കളയുമെന്ന് യഹോവ അരുളിച്ചെയ്തു. അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. ഇവയെല്ലാം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട്, ഇവയെ ഞാൻ സൃഷ്ടിച്ചതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു എന്ന് യഹോവയായ ദൈവം അരുളിച്ചെയ്തു. സൃഷ്ടാവ് സൃഷ്ടിയെ നോക്കി കരയുകയാണ്. ജീവജാലങ്ങളെ നോക്കി ദൈവം കരയുകയാണ്. മനുഷ്യനെ നോക്കി കരയുകയാണ്. ഇവയൊക്കെ ഞാൻ സൃഷ്ടിച്ചതുകൊണ്ട് ഞാൻ അനുതപിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു. ദൈവം ദുഃഖിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ കാലത്താണ് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് അടുത്ത വാക്യം നാം വായിക്കുന്നത്. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സമൂഹം മുഴുവൻ അന്ധകാരത്തിലേക്ക് താണൊഴുകിപ്പോകുമ്പോൾ, സമൂഹം മുഴുവൻ അന്ധതയിൽ തപ്പിത്തടയുമ്പോൾ, മനുഷ്യനിൽ ഒരാൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയാണ്. ഒരാൾ ദൈവത്തോട് നടക്കുവാൻ ഭാഗ്യം ലഭിക്കുകയാണ്. ഇതൊരു വെല്ലുവിളിയായി നാം എടുക്കേണ്ടതാണ്. എന്തെല്ലാം ദോഷകരമായ ചലനങ്ങൾ ഈ പ്രകൃതിയിൽ ഉണ്ടായാലും, എന്തെല്ലാം വിഭ്രാന്തിയിലും വൈകല്യത്തിലും വൈകൃതത്തിലും കൂടി മനുഷ്യ സമൂഹം നീങ്ങിയാലും, നാഥ, ഞാൻ ഒരാൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് നടക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ ആ വെല്ലുവിളിയെ നാം സസന്തോഷം സ്വീകരിക്കുന്നത് നമുക്ക് അനുഭവമായി തീരും. കർത്താവായ യേശുവിനോട് നടക്കുക. സമൂഹം മുഴുവൻ എതിരെ പോവുകയാണ്. ഒഴുക്ക് ശക്തമായി തിന്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഒഴുക്കിനെതിരെ നീന്തുക, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒഴുക്ക് ദോഷത്തിലേക്കും തിന്മയിലേക്കും നീങ്ങുന്നു, അശുദ്ധിയിലേക്കും വ്യഭിചാരത്തിലേക്കും നീങ്ങുന്നു. ഞാൻ വായിച്ചു, ഈ കേരളത്തിലുള്ളതായ പുരുഷന്മാർ
അവർ ലൈംഗിക ആഭാസന്മാരാണ് എന്ന് ഒരു പത്രപ്രവർത്തി എഴുതിയിരിക്കുകയാണ്. കേരളത്തിലുള്ള പുരുഷന്മാർ, എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതി എല്ലാവരുമല്ല എന്ന്, ലൈംഗിക ആഭാസന്മാരാണ് എന്ന്. അതല്ലേ നാം ഇന്ന് പത്രങ്ങളിലെല്ലാം വായിച്ചു കൊണ്ടിരിക്കുന്നത്, പത്രമാധ്യമങ്ങളിൽ നാം കാണുന്നതല്ലേ? സമൂഹം മുഴുവൻ തിന്മയിലേക്ക് ഇങ്ങനെ ഒഴുകി പോവുകയാണ്. വക്രതയിലേക്കും ചതിവിലേക്കും വഞ്ചനയിലേക്കും ഒഴുകി പോവുകയാണ്. ദോഷത്തിലേക്കും വ്യഭിചാരത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കവർച്ചയും കൊള്ളയും നടമാടുകയാണ്. അന്ധകാരത്തിൻ്റെ ഭീകരശക്തികൾ മനുഷ്യനെ കുടുക്കിയിട്ട് വലയ്ക്കുകയും അവനെ ഞെരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാലയളവിൽ ദൈവത്തോടുകൂടെ നടക്കുവാൻ തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നത്. കൂലം കുത്തി കര ഒഴിഞ്ഞൊഴുകി വരുന്നതായി ഒഴുക്കിനെതിരെ നീന്തി കയറുക ബുദ്ധിമുട്ടാണ്. ഒഴുക്കിനെതിരെ നീന്തി തുടിച്ച് കയറുക അത് വളരെ ക്ലേശകരമാണ്. പക്ഷേ ആ ക്ലേശകരമായ വലിയ വേലയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സഭകളും സമുദായങ്ങളും പലതും ഇന്ന് ദൈവത്തെ മറന്നു ജീവിക്കുമ്പോൾ, മതങ്ങളെല്ലാം ദൈവവിരോധത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ, ഇന്ന് സമൂഹം മുഴുവൻ സംസ്കാരവിഹീനമായ മാർഗങ്ങളെ അവലംബിക്കുമ്പോൾ, ഇപ്പോൾ യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ ഏതാനും പേർക്ക് കഴിയുമെങ്കിൽ അതാണ് സമൂഹത്തിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. അതാണ് ഇന്ന് ജീവനുള്ള ദൈവത്തിന് ആശ്വാസം നൽകുന്ന വസ്തുത. പ്രിയപ്പെട്ടവരെ, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, ദൈവത്തോട് നടന്നു. നോഹ ദൈവത്തോട് നടന്നതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ സാധിച്ചു. 4-5 വാക്കുകൾ ഇന്ന് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാൻ തുടങ്ങുകയാണ്. 1, വാക്കിംഗ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ നടക്കുക. 2, വർക്കിംഗ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുക. 3, വിറ്റ്നസിങ് ഗോഡ്, ദൈവത്തെ സാക്ഷിക്കുക. 4, വെയിറ്റിംഗ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. 5, വർഷിപ്പിംഗ് ഗോഡ്, ദൈവത്തെ ആരാധിക്കുക. W എന്ന ഒരക്ഷരം കൊണ്ട് ആരംഭിക്കുന്ന 5 വാക്കുകൾ ഒന്നൊന്നായി നമുക്ക് ചിന്തിക്കാൻ തുടങ്ങാം. ദൈവത്തോട് നടക്കുന്ന ഒരു മനുഷ്യൻ ഈ 5 വാക്കുകളുടെ അനുഭവത്തിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ദൈവത്തോട് നടക്കുന്നവൻ, നമുക്ക് ചിന്തിച്ച് നോക്കാം, ഞാൻ ദൈവത്തോടുകൂടിയാണോ നടക്കുന്നതെന്ന്. വാക്കിംഗ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ നടക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. ദൈവത്തോട് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആമോസ് പ്രവാചകൻ പറയും, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ എന്ന്. 2 പേർ തമ്മിൽ ഒത്തിട്ടില്ലാതെ ഒരുമിച്ച് നടക്കുമോ? 2 പേർക്ക് തമ്മിൽ ചേർച്ചയില്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റുകയില്ല. ദൈവത്തോട് നടക്കണമെങ്കിൽ ദൈവത്തോട് നമുക്കൊരു ചേർച്ച വേണം, ദൈവത്തോട് നമുക്ക് ആനുരൂപ്യം വേണം, ദൈവത്തോട് നമുക്ക് ആനുയോജ്യത വേണം, ദൈവത്തോട് നമുക്ക് യോജിപ്പ് വേണം, ദൈവത്തോട് നമുക്ക് നിരപ്പ് വേണം, ദൈവത്തോട് നമുക്ക് ഐക്യം വേണം. ആണോ ഇന്ന്? ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുയോജ്യമായിട്ടാണോ നാം പോകുന്നത്? ദൈവത്തിൻ്റെ പ്രകൃതിയോട് ചേർന്നാണോ നാം പോകുന്നത്? ദൈവം മഹാപരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധിയോട് ചേർന്നാണോ നാം പോകുന്നത്? ദൈവം സ്നേഹം മാത്രമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്നാണോ നാം പോകുന്നത്? നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ വാസ്തവമായ സ്നേഹത്തിൻ്റെ ആ ഊഷ്മളതയുണ്ടോ? സ്നേഹത്തിൻ്റെ ഒരു മനസ്സുണ്ടോ? സ്നേഹത്തിൻ്റെ ഒരു ഹൃദയമുണ്ടോ? കുടുംബത്തിൽ തന്നെ പൊട്ടലുകളും ചീറ്റലുകളുമല്ലേ? മൂടി വാടിക്കെട്ടിയ മുഖങ്ങളല്ലേ? പരസ്പരം മിണ്ടാട്ടമില്ലാത്ത ജീവിതമല്ലേ? പരസ്പരം സ്നേഹമില്ലാത്ത പെരുമാറ്റമല്ലേ? പേരിന് ഭക്ഷണം തയ്യാറാക്കും, പേരിന് ഭക്ഷണം കഴിക്കും, എല്ലാം ഉണ്ട്, വീടുണ്ട്, സൗകര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, ചുറ്റുപാടുകളുണ്ട്. എന്തിന് കുറവ്? പുറമേ നോക്കിയാൽ കുറവൊന്നുമില്ല, പക്ഷേ സ്നേഹത്തിന് മാത്രം കുറവാണ്. സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. കൂട്ടായ്മയിൽ വരുന്നുണ്ട്, കൂട്ടായ്മയിൽ വന്നിരുന്നു വചനം കേൾക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്നുണ്ട്, വചനത്തോടൊരു താല്പര്യമുണ്ട്. പക്ഷേ നിങ്ങൾ ദയവായി ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ആന്തരികമായ ഒരു ഹാർമണി പുലർത്താൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായ ബന്ധത്തിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ ബന്ധത്തിൽ, സഹോദരങ്ങൾ പരസ്പരമുള്ളതായ ബന്ധത്തിൽ ആ ഒരു ഹാർമണി പുലർത്താൻ സാധിക്കുന്നുണ്ടോ? അമ്മായിയമ്മയും മരുമകളും പൂർണ്ണ ഐക്യത്തിൽ കഴിയുന്നുണ്ടോ? നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു കുടുംബങ്ങൾ നോക്കിയാൽ മതി. നാം എല്ലാം പറയും നമ്മുടെ കുടുംബം സ്വർഗമാകണമെന്ന്. ഇതൊരു സ്വപ്നം മാത്രമായി അവശേഷിച്ചാൽ മതിയോ? ജീവിതത്തിൽ വരേണ്ടതല്ലേ?
നമ്മുടെ കുടുംബം സ്വർഗമാകണ്ടേ, അവിടെ സ്നേഹം പുലരണ്ടേ, അവിടെ ഐക്യം വളരണ്ടേ, അവിടെ ആ ഒരു മനസ്സ് വരണ്ടേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹവും വാഗ്വാദവും കോപവും വാശിയും പിണക്കവും കുടുംബജീവിതത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് പലരുടെയും ജീവിതത്തിലെ അനുഭവമാണ്. നമുക്കൊന്ന് പുതുതായിട്ട് തുടങ്ങാം പ്രിയപ്പെട്ടവരെ. ഒരു പുതിയ സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാം. സ്നേഹത്തിൻ്റെ ഒരു പുതിയ കുടുംബജീവിതം, ഐക്യത്തിൻ്റെ ഒരു പുതിയ സമൂഹം നമുക്കൊന്ന് പുതുതായിട്ട് തുടങ്ങാം. പരസ്പരം ഇണക്കമുള്ള ഒരു കുടുംബം, ഉള്ളു തുറന്ന് സംസാരിക്കുന്നൊരു കുടുംബം, പരസ്പരം ആശയം വിനിമയം ചെയ്യുന്നൊരു കുടുംബം, ഒന്നും മൂടി വയ്ക്കാതെ എല്ലാം തുറന്നു പറയുന്നൊരു കുടുംബം. അവിടെ അകൽച്ചകളില്ല, അവിടെ അടുപ്പമാണ്, അവിടെ ചേർച്ചയാണ്, അവിടെ പരസ്പരം ഇണക്കമാണ്. നോക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെ ഇരിക്കുന്നു? എത്രയോ കുടുംബങ്ങളിൽ, കൂട്ടായ്മയിൽ വരുന്നവരുടെ പോലും എത്രയോ കുടുംബങ്ങളിൽ മരുമക്കൾ വീർപ്പ് മുട്ടി കഴിയുന്നു, മരുമകൾ വിഷമിച്ച് കഴിയുന്നു. അമ്മായിയമ്മയുടെ കോപാവേശവും അമ്മായിയമ്മയുടെ വാശിയും കടുംപിടുത്തവും, മോനെ കസ്റ്റഡിയിൽ ഒതുക്കി നിർത്താനുള്ളതായ അമ്മയുടെ വാശിയും അമ്മയുടെ നിർബന്ധ ബുദ്ധിയും കൊണ്ട് എത്രയോ പെൺകുട്ടികൾ ഇന്ന് മനസ്സ് വലഞ്ഞ് വിഷമിച്ച് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, കെട്ടിക്കൊണ്ടുവന്ന മോള്, ഈ മരുമോള്, അവളുടെ പ്രവർത്തന ശൈലി കൊണ്ടും മറ്റും വീർപ്പൂട്ടി കഴിയുന്ന അമ്മായിയമ്മമാരുണ്ട്. പല കുടുംബങ്ങളും ഇന്ന് സ്നേഹത്തിൽ നിന്ന് എത്രയോ ദൂരെ മാറി നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തോട് നടക്കുന്ന കുടുംബങ്ങളാണോ നമ്മുടെ കുടുംബങ്ങൾ? ദൈവത്തോട് നടക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഭാവത്തോടെ നടക്കും, ദൈവത്തിൻ്റെ സ്നേഹത്തോടെ നടക്കും, ദൈവത്തിൻ്റെ ആ കരുതലിൽ നമുക്ക് നിൽക്കാൻ സാധിക്കും. ദൈവത്തോട് നടക്കുന്നു, വാക്കിംഗ് വിത്ത് ഗോഡ്, ദൈവത്തോടു കൂടെ നടക്കുന്നു. ദൈവത്തോട് നടക്കുന്നവൻ, രണ്ടാമത്തെ കാര്യം, വർക്കിംഗ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കും. നോഹ ദൈവത്തോട് നടന്നു, നോഹ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു. വർക്കിംഗ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനാനുസരണം പ്രവർത്തിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ പ്രവർത്തിക്കുകയാണ്, ദൈവം പറയുന്നത് അപ്പാടെ പ്രവർത്തിക്കുകയാണ്, ഒന്നും മാറ്റം വരുത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിലരിപ്പോൾ ചിന്തിക്കും, ദൈവം നോഹയോട് പറഞ്ഞതുപോലെ എനിക്കങ്ങനെ വ്യക്തമായ ഒരു അരുളപ്പാട്, ഒരു അശരീരി ശബ്ദം കേട്ട് ഒരു അരുളപ്പാട് കിട്ടുകയാണെങ്കിൽ ഞാൻ അനുസരിച്ചിരിക്കും. അല്ല, അതല്ല നമ്മുടെ തീരുമാനമാകേണ്ടത്. നമുക്ക് ദൈവത്തിൻ്റെ വചനം കിട്ടിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയിട്ടുണ്ട്. ദി റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം എഴുതി കിട്ടിയിട്ടുണ്ട്. ഈ വചനം, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന്. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നാം അനുസരിക്കുന്നവരാണോ? നമുക്ക് ആകുലങ്ങൾ വരുമ്പോൾ, എൻ്റെ കർത്താവേ, നിൻ്റെ വചനത്തിലൊരു കൽപ്പനയുണ്ടല്ലോ, വിചാരപ്പെടരുത് എന്നൊരു കൽപ്പനയുണ്ടല്ലോ. നിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആകുലപ്പെടരുത് എന്ന്. നിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ദൈവമേ, നിൻ്റെ വചനം വ്യക്തമായി പറയുകയാണല്ലോ, ഞാൻ നാളെയെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന്. ഞാൻ വിചാരപ്പെട്ടത് പാപമായി പോയല്ലോ, നിന്നിലുള്ള അവിശ്വാസമായി പോയല്ലോ, നീ എനിക്ക് മതിയായവനാണെന്നുള്ളതായ വിശ്വാസം ഇല്ലാതെ പോയതാണല്ലോ ഞാൻ വിചാരപ്പെടാൻ കാരണം. എനിക്ക് വേണ്ടി കരുതാൻ ദൈവം ഉണ്ട് എന്നുള്ള വിചാരം എനിക്ക് ഇല്ലാതെ പോയതാണല്ലോ ഞാൻ വിചാരപ്പെടാൻ കാരണം. കർത്താവേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ വിചാരപ്പെടുകയില്ല. എനിക്ക് വേണ്ടി കരുതാൻ എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരു അപ്പനുണ്ട്. എൻ്റെ രോഗത്തിൻ്റെ കാര്യം, എൻ്റെ കടത്തിൻ്റെ കാര്യം, എൻ്റെ പണത്തിൻ്റെ ആവശ്യത്തിൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തിലെ ആവശ്യങ്ങളുടെ കാര്യം, എൻ്റെ കുടുംബത്തിലെ ക്ലേശങ്ങളുടെ കാര്യം, എൻ്റെ മക്കളുടെ പഠിത്തത്തിൻ്റെ കാര്യം, മക്കളുടെ സ്വഭാവത്തിൻ്റെ കാര്യം ഒക്കെ അന്വേഷിക്കാൻ എനിക്കൊരപ്പനുണ്ട്. സ്വർഗത്തിലെ നിത്യനായ പിതാവേ, നീ എന്നോട് മനസ്സലിഞ്ഞ് നിൻ്റെ വചനം അനുസരിക്കാൻ തയ്യാറായി വരുന്ന എനിക്ക് നിൻ്റെ കൃപ തരണമേ നാം പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്, ആരെയും വിധിക്കരുത് എന്ന്. ആരെയും വിധിക്കരുത്, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ അനുസരിക്കുന്നുണ്ടോ? ഞാൻ വിധിക്കുന്നവനാണോ? മറ്റുള്ളവരുടെ കുറ്റം ഞാൻ കാണാറുണ്ടോ? ഞാൻ എൻ്റെ കുറ്റമാണോ കാണുന്നത്? മറ്റുള്ളവരുടെ കുറ്റമാണോ ഞാൻ കാണുന്നത്? ഞാൻ മറ്റുള്ളവരെ വിധിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ കുറ്റം ഞാൻ ചകഞ്ഞെടുത്ത് കാണുകയും അത് നിരൂപണത്തിൽ വയ്ക്കുകയും ചെയ്യാറുണ്ടോ? ഞാൻ ആ കുറ്റം മറ്റാരോടെങ്കിലും പറയാറുണ്ടോ? മറ്റാരോടെങ്കിലും തുറന്നു പറയാറുണ്ടോ? ഞാൻ മറ്റുള്ളവരുടെ കുറ്റം വെളിപ്പെടുത്താറുണ്ടോ? ഞാൻ പരദൂഷണം പറയാറുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ആരെക്കുറിച്ചെങ്കിലും മുൻവിധി പുലർത്താറുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആരെയും വിധിക്കരുത്. നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടുന്നു വചനം പറയുന്നു. അയ്യോ കർത്താവേ, എങ്കിൽ കാര്യം ഗൗരവമാണല്ലോ. ഞാൻ മറ്റുള്ളവരെ കുറ്റം വിധിച്ചു പോയല്ലോ, മറ്റുള്ളവരുടെ കുറ്റം ഞാൻ കണ്ടുപോയല്ലോ. ഞാൻ എൻ്റെ കുറ്റമല്ല കണ്ടത്, മറ്റുള്ളവരുടെ കുറ്റമാണല്ലോ കണ്ടത്. എൻ്റെ കുറ്റത്തിനും പലപ്പോഴും ന്യായീകരണം ഞാൻ മറ്റുള്ളവരുടെ കുറ്റമായിട്ട് എടുത്തുപോയല്ലോ. ഞാൻ തെറ്റുവരെ ചെയ്യാൻ കാരണം മറ്റുള്ളവരെ എന്നോടങ്ങനെ പെരുമാറിയതാണെന്ന് അവരിൽ ഞാൻ കുറ്റം ആരോപിച്ചു പോയല്ലോ. നാഥാ, നീ എന്നോട് ക്ഷമിക്കണമേ, നിൻ്റെ വചനം ഞാൻ അനുസരിച്ചില്ല.
ദൈവത്തിന് സ്തോത്രം. കൊല ചെയ്യരുത് എന്ന് പറഞ്ഞ വചനമാണ് മറ്റാരെയും വിധിക്കരുത് എന്ന് പറഞ്ഞത്. മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞ വചനം തന്നെയാണ് ആ പുസ്തകത്തിൽ തന്നെയാണ് പറയുന്നത് ആരെയും വിധിക്കരുത് എന്ന്. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ പുസ്തകത്തിൽ തന്നെയാണ്, ദൈവത്തിൻ്റെ വചനം തന്നെയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയാണ് ആരെയും വിധിക്കരുത് എന്ന്. എങ്കിൽ കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ, ഞാൻ ഗൗരവമേറിയ പാപത്തിൽ വീണുപോയല്ലോ, നീ എന്നോട് ക്ഷമിക്കണമേ. സഹോദരങ്ങളെ, ഇങ്ങനെ നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് നാം അനുസരിക്കുന്നുണ്ടോ? വർക്കിംഗ് ഫോർ ഗോഡ്. ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ അനുസരിക്കാൻ നാം തയ്യാറാകണം. ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മിൽ ദൈവത്തിൻ്റെ കൃപ ഇങ്ങനെ ഒഴുകി വന്ന് നിറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുന്നത്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ തുടങ്ങുന്നു, വചനത്തോട് നമുക്ക് താല്പര്യം വരുന്നു, വചനാനുസരണം ജീവിക്കാൻ നമുക്ക് താല്പര്യം വരുന്നു. എന്ത് പറഞ്ഞോ അതനുസരിച്ചിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയാമക ശക്തി, ഡിസൈസീവ് ഫോഴ്സ്. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തി, എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം. മറ്റൊന്നുമല്ല എന്നെ നിയന്ത്രിക്കുന്നത്. വചനാനുസൃതമേ ഞാൻ ജീവിക്കുകയുള്ളൂ, വചനത്തിനനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ, വചനം പറയുന്നത് പോലെ മാത്രമേ എൻ്റെ ജീവിതത്തെ നയിക്കുകയുള്ളൂ. ഇങ്ങനൊരു തീരുമാനമാണ് നമുക്ക് വരേണ്ടത്. വചനത്തിൽ എന്തുണ്ട് എന്നാണ് നോക്കുന്നത്, മറ്റാരെയുമല്ല നോക്കുന്നത്. വചനം പറയുന്നവരെയുമല്ല നോക്കുന്നത്, ദൈവമക്കളെയുമല്ല നോക്കുന്നത്. ഈ വചനത്തിൽ എന്തുണ്ട്, ഈ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഈ തിരുവചന പുസ്തകത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, അതാണ് എൻ്റെ അടിസ്ഥാനം. അങ്ങനെ വരണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വചനം അനുസരിച്ചവരായിരുന്നു പുണ്യപിതാക്കന്മാർ. പൂർവ്വ പുണ്യപിതാക്കന്മാർ വചനത്തെ മാനിച്ചിരുന്നു, അവർ വചനത്തെ ആദരിച്ചിരുന്നു. ഞാൻ മുമ്പൊരവസരത്തിൽ പറഞ്ഞിട്ടുള്ളത് ഓർക്കുമോ? നമ്മുടെ വിശുദ്ധ ആരാധനയിൽ, വിശുദ്ധ കുർബാനയിൽ അതിലുള്ളതായ പ്രാർത്ഥനകൾ, അതിലുള്ളതായ വായനകൾ, അതെല്ലാം വചനാനുസൃതമാണ്, വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആദ്യം വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ പഴയ നിയമം വായിക്കുന്നു. അന്നത്തെ ചിന്തകളിലോടെല്ലാം ബന്ധപ്പെടുത്തിയാണ് പഴയ നിയമത്തിലെ വിവിധ ഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത്ഭുതപ്പെട്ടു പോകും. അതിനോട് ബന്ധപ്പെടുത്തിയാണ് സ്ലീഹവായന. സ്ലീഹവായനയുടെ ഭാഗങ്ങളിൽ അവിടെയും അന്നത്തെ വിശുദ്ധ ഏവങ്കലിയോനോട് ബന്ധപ്പെടുത്തി, അന്നത്തെ ചിന്താവിഷയത്തോട് ബന്ധപ്പെടുത്തിയാണ് വായിക്കുന്നത്. വിശുദ്ധ ഏവങ്കലിയൻ വായിച്ചു കഴിയുമ്പോൾ അപ്പോൾ വേദപുസ്തകം അറിയാവുന്നവർക്ക് മനസ്സിലാകും, ഈ പഴയ നിയമത്തിലെ വായനകളും ഈ സ്ലീഹ വായനകളും എല്ലാം ആ ഏവങ്കലിയൻ വായനയോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ സുവിശേഷത്തോട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാകും. എന്തൊരു അത്ഭുതം! പിതാക്കന്മാർക്ക് വേദപുസ്തകം അറിയാമായിരുന്നു. പൂർവ്വ പുണ്യപിതാക്കന്മാർക്ക് വേദപുസ്തകത്തിൽ നിശ്ചയമുണ്ടായിരുന്നു. പിതാക്കന്മാരുടെ പാരമ്പര്യം അങ്ങനെയായിരുന്നു. വചനാധിഷ്ഠിതമായിട്ടേ അവർ നീങ്ങിയിട്ടുള്ളൂ. വചനവിരുദ്ധമായി ഒരു സ്റ്റെപ്പ് വെച്ചിട്ടില്ല. ദൈവമക്കളെ, നിങ്ങളോട് പറയട്ടെ, വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങുന്നു. അതാണ് വർക്കിംഗ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവത്തോട് നടക്കുന്നവൻ ദൈവത്തിന് പ്രവർത്തിക്കും. വാക്കിംഗ് വിത്ത് ഗോഡ് ആൻഡ് വർക്കിംഗ് ഫോർ ഗോഡ്. ദൈവത്തോടുകൂടെ നടക്കുന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. സ്നേഹിതരെ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ സാധിക്കണം. വചനം അനുസരിക്കും, പിതാവിനെ അനുസരിക്കും, നിത്യപിതാവിനെ അനുസരിക്കും. കർത്താവായ യേശുക്രിസ്തു കാണിച്ചു തന്നത്, ക്രൂസിൽ കാണിച്ചു തന്ന പാഠം പിതാവിനെ അനുസരിക്കുന്ന പാഠമാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നാകട്ടെ എന്ന് ഗത്സമൻ തോട്ടത്തിൽ വെച്ച് തന്നെ സമർപ്പിച്ചു. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമെന്ന് പൂർണ്ണമായി പിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചു. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തയ്ക്കുന്നതാണ് എൻ്റെ ആഹാരമെന്ന്. പിതാവിൻ്റെ ഇഷ്ടം. എൻ്റെ അമ്മയാര്, എൻ്റെ സഹോദരങ്ങളാര്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും എന്ന് കർത്താവ് പറഞ്ഞു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക, പിതാവിൻ്റെ വചനമനുസരിക്കുക. സ്നേഹിതരെ, കർത്താവ് ക്രൂസിൽ കാണിച്ചെന്ന മാതൃക അതാണ്. പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ചു. മനുഷ്യജാതിയുടെ പാപം കർത്താവ് തൻ്റെ മേൽ വഹിച്ചു. ഏറ്റവും ഹീനപാതകങ്ങളെല്ലാം കർത്താവ് വഹിച്ചു. മനുഷ്യൻ ചെയ്തതായ കൊള്ളകളും അനേകം ആളുകൾ, ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിനല്ല കോടാനുകോടി മനുഷ്യർ ചെയ്തതായ സകല കൊള്ളകളും കവർച്ചകളും മോഷണങ്ങളും എല്ലാ തിന്മകളും അശുദ്ധിയും വ്യഭിചാരവും എല്ലാം ഈ ലോകത്തുള്ള സകലമായ പാപങ്ങളും യേശുക്രിസ്തു ഒരാൾ തൻ്റെ മേൽ വഹിച്ചു. എല്ലാ അഴുക്കും കർത്താവ് ചുമന്നു. എല്ലാം സ്വീകരിച്ചുകൊണ്ട് കർത്താവ് കിടന്നു. പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ എന്ന് കർത്താവ് പറഞ്ഞു. ഈ പാനപാത്രം എന്താണ്? ഈ വലിയ പാപങ്ങളെല്ലാം വഹിക്കുക എന്നുള്ള തനിക്ക് അസഹ്യമായ ഈ കാര്യം, കർത്താവേ, പിതാവേ, അത് ഞാൻ വഹിക്കണമെങ്കിൽ ഞാൻ വഹിക്കാം, കഴിയുമെങ്കിൽ മാറ്റി തരണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. കുരിശ് ഒഴിവാക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്, കുരിശിലെ കഷ്ടത ഒഴിവാക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്. ഈ മനുഷ്യരുടെ പാപം മുഴുവൻ വഹിക്കുക എന്നുള്ള ഏറ്റവും കഠിനവും ഏറ്റവും ദുസ്സഹവുമായ കാര്യം, ഏറ്റവും അസഹനീയമായ കാര്യം കർത്താവ് സഹിക്കാമെന്ന് സമർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സമർപ്പിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നത്.
അതുകൊണ്ടാണ് നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടായത്. ആ തിരുരക്തമാണ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം. ആ തിരുരക്തമാണ് നമ്മുടെ സമാധാനം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ് നമ്മുടെ സമാധാനം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ തിരുവലിയാണ് നമ്മുടെ സമാധാനം. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമാണ് നമ്മുടെ പാപമോചനം. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് സ്നേഹിത, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ആ തിരുരക്തത്താൽ നിൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടു. ഇനിയൊരു പുതിയ ജീവിതം നയിക്കരുതോ, യേശുവിനോട് നടക്കരുതോ, യേശുവിന് വേണ്ടി പ്രവർത്തിക്കരുതോ, യേശുവിന് വേണ്ടി വേല ചെയ്യരുതോ? അവൻ നിൻ്റെ പാപങ്ങളെല്ലാം ചുമന്നെങ്കിൽ അവന് വേണ്ടി നിൻ്റെ ആയുസ് വേർതിരിക്കൂ. അവനോട് വാക്ക് പറയൂ, യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വക യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കരുതലിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളോട് മനസ്സലിഞ്ഞതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, പാപത്തിൽ വീർപ്പൂട്ടുന്നവർക്ക് സമാധാനം നൽകണമേ, എല്ലാവരെയും തർക്കൺ പാർക്കണമേ, അനുഗ്രഹിക്കണമേ, മഹത്വത്തിന് വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.